പ്രൈസ് ലോർഡ്. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു മാസം കർത്താവ് ദാനമായി തന്ന വലിയ കൃപയ്ക്ക് നന്ദി. ഈ മെയ് മാസത്തിന് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സഭ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനമാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 60-ാം അധ്യായം 22-ാം വാക്യം. ഇപ്രകാരം പറയുന്നു, കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. ഹല്ലേലൂയ. കുറഞ്ഞവൻ, ഏറ്റവും കുറഞ്ഞവൻ എന്ന് വിചാരിക്കുന്ന ആൾ ഈ മാസം ഇപ്രകാരം പറയാം, 1000 ആകാൻ വേണ്ടി ഇടയാകും. ഹല്ലേലൂയ. അതിൻ്റെ ജീവിതത്തിൽ ആക്സലറേഷൻ സംഭവിക്കാൻ വേണ്ടി ഇടയാകും. ഹല്ലേലൂയ. ഇപ്രകാരമാണ് ഹല്ലേലൂയ. ചെറിയവൻ മഹാജാതിയാകാൻ വേണ്ടി ഇടയാകും. ഒട്ടും കഴിവില്ല എന്ന് പറയുന്നവനാണോ? ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഈ മാസം ഞാൻ പറയട്ടെ, അവൻ 1000 ആകാൻ വേണ്ടിയിട്ട്, മഹാജാതിയാകുവാൻ വേണ്ടിയിട്ട് ഇടയാകും. അത് ഇപ്രകാരം പറയാം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് യഹോവ തന്നെ. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് അത് ശീഘ്രമായി നിവർത്തിക്കും. അത് എത്രയും പെട്ടെന്ന് തന്നെ നിവർത്തിക്കുവാൻ വേണ്ടി ഇടയാകും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാനാവിലെ കല്യാണം കാണാൻ വേണ്ടി ഇടയാകും. അല്ലെങ്കിൽ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പാകെ അവർക്ക് ഏറ്റവും കൂടുതൽ ലജ്ജാകരമായ ഒരു കാര്യം നടക്കാൻ വേണ്ടി പോവുക. കാരണം വിളിക്കപ്പെട്ടവർക്ക് കൊടുക്കുവാൻ വീഞ്ഞില്ലാത്തൊരവസ്ഥ. നമ്മുടെ നാട്ടിൽ എല്ലാവരെയും കല്യാണത്തിൽ ക്ഷണിച്ചിട്ട് ചോറ് ചെയ്യുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതെങ്ങനെ പറഞ്ഞ ആൾക്കാരെ കൺവിൻസ് ചെയ്യും? അത്രയ്ക്ക് ബുദ്ധിമുട്ട്, ഏറ്റവും കൂടുതൽ ലജ്ജാകരമായൊരു കാര്യമാണ്. കാരണം ആ വരൻ വധു അവരെ എത്ര നാൾ അവരെ കാണും, എത്ര നാളും അത് മനുഷ്യൻ പറഞ്ഞിരിക്കാൻ വേണ്ടി ഇടയാവുന്നൊരവസ്ഥയാണ്. എന്നാൽ യേശു ഉണ്ടായിരുന്നപ്പോൾ ഹല്ലേലൂയ ഇപ്രകാരമാണ്. അവൻ 6 കൽപ്പാത്രം കാണാൻ വേണ്ടി ഇടയായി. അവൻ ഇപ്രകാരം പറഞ്ഞു, ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറപ്പുകയും, എന്നിട്ട് പറഞ്ഞു ഈ വെള്ളം കൊണ്ട് വിളമ്പുകയും. അത് വിരുന്നുവാഴി കൊടുത്തപ്പോൾ വിരുന്നുവാഴി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ നീ ഇത് വിരുന്നുവാഴി ഉടയവനോട് പറയാണ്, നീ ഇത്രയും നേരം നല്ല വീഞ്ഞ് കരുതി വെച്ചിട്ട്, സാധാരണ ആൾക്കാർ നല്ല വീഞ്ഞ് ആദ്യം കൊടുത്തിട്ട് പിന്നെ എളുപ്പമുള്ള കൊടുക്കാറുണ്ട്, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇത്രയും നാളും കരുതി വെച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നല്ല വീഞ്ഞ് എന്ന് പറയുമ്പോൾ ആ വീഞ്ഞ് ഉണ്ടാകുവാൻ ഹല്ലേലൂയ വർഷങ്ങളെടുക്കും. വീഞ്ഞ് എന്നുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ മുന്തിരി എന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ മുന്തിരി അത് ചക്കിലിട്ട് ആട്ടി അതിൻ്റെ ആ ഒരു പൾപ്പൊക്കെ അല്ലെങ്കിൽ അത് ഈസ്റ്റൊക്കെ ഇട്ട് അത് വെച്ച് പുളിക്കാൻ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഞ്ഞായി മാറണമെങ്കിൽ ഏകദേശം 5 വർഷം 10 വർഷത്തോളം, എത്രത്തോളം വർഷം ഇരിക്കും അത്രത്തോളം അത് വീര്യം കൂടാൻ വേണ്ടി ഇടയാകും. അല്ലെങ്കിൽ അത്രത്തോളം ഇരിക്കുന്ന ഒരു വീഞ്ഞ് 10 വർഷം ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ടൈപ്പുള്ള ഒരു വീഞ്ഞ് അല്ലെങ്കിൽ കർത്താവ് ഇവിടെ 10 നിമിഷം കൊണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? അല്ലെങ്കിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഹല്ലേലൂയ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഹല്ലേലൂയ കുറഞ്ഞവൻ ഹല്ലേലൂയ 1000 ആകുവാൻ വേണ്ടി ഇടയാകും. ഹല്ലേലൂയ മഹാജാതിയാകുവാൻ വേണ്ടി ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് ശീഘ്രമായി കർത്താവ് നടത്തും. ആമേൻ. ഹല്ലേലൂയ. അത് ആമേൻ. ഒരു 10 വർഷം വേണം അത് ബ്രെയിൻ ഇരുന്നിട്ട് ആ വീഞ്ഞാകുവാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള വീഞ്ഞ് അല്ലെങ്കിൽ 10 നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ആക്സിലറേഷൻ സംഭവിച്ചെങ്കിൽ ഹല്ലേലൂയ ഈ മാസം നീ തുറന്ന് ഏതിലും അല്ലെങ്കിൽ കർത്താവ് ശീഘ്രമായി ചെയ്യാൻ വേണ്ടി പോകുന്നു, നന്മ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നീ കടപ്പാരത്താൽ ഭാരപ്പെടുന്നു, യേശുവിൻ്റെ നാമത്തിൽ അത് എത്രയും വേഗം ഹല്ലേലൂയ 10 വർഷം കൊണ്ട് തീരേണ്ട കടം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തീർക്കാൻ തക്കവണ്ണം കർത്താവ് വഴികളും വാതിലും തുറക്കുവാൻ വേണ്ടി പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ നമ്മൾ വായിക്കുന്നു മത്തായി സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകി പുരുഷാരത്തെ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണസാധനങ്ങൾ കൊള്ളാൻ വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അവർ പോകുവാൻ വേണ്ടി ആവശ്യമില്ല, ഹല്ലേലൂയ, അവർക്ക് ഭക്ഷിപ്പാൻ നിങ്ങൾ കൊടുപ്പീൻ. ഹല്ലേലൂയ. ഇപ്രകാരം അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇവിടെ വേറൊന്നുമില്ല, ഇവിടെ മരുഭൂമിയാണ്, ആമേൻ, ഇവിടെ കൊടുപ്പാൻ വേണ്ടി ഒന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള 200 വെള്ളി നാണയം കൊടുത്താൽ പോലും ഇത്രയും ആൾക്കാർക്ക് 5000 പുരുഷാരം തന്നെയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പ്രകാരം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പോൾ ഇപ്രകാരം പറഞ്ഞ്, ഞങ്ങൾ 5 അപ്പമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ 2 മീനുമുണ്ട്, 5 അപ്പമുണ്ട് 2 മീനുമുണ്ട്. എന്നാൽ അതിൻ്റെ കരങ്ങളിൽ തരാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇപ്രകാരമാണ്, ആ 5 അപ്പവും 2 മീനും അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ചു
അനുഗ്രഹിച്ചപ്പോൾ ഹല്ലിയ 5 അപ്പം 5000 പേർക്ക് പോഷിപ്പിക്കാൻ തക്കവണ്ണം അത് വർദ്ധിക്കുവാൻ വേണ്ടിയിടയായി. ഹല്ലിയ 2 മീൻ ഹല്ലിയ 5000 പേരെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഹല്ലിയ അത് വർദ്ധിക്കാൻ വേണ്ടിയിടയായി. അത് ഇപ്രകാരം അവരെല്ലാവരും തിന്ന് തൃപ്തരായിട്ട് ഹല്ലിയ എന്നിട്ട് പറയാം 12 കൊട്ട മിച്ചം എടുക്കുന്ന രീതിയിൽ കർത്താവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിടയായി. ഹല്ലിയ ഈ വർഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ വർഷം കർത്താവിന്റെ കരങ്ങളെ കൊടുക്കുമ്പോൾ കർത്താവിന്റെ വചനം പറഞ്ഞു, കുറഞ്ഞവൻ 1000-ഉം അല്ലെ ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഹല്ലിയ തക്ക സമയത്ത് ഹല്ലിയ നീ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഹല്ലിയ ശീഘ്രമായി എത്രയും വേഗമായി അത് നിവർത്തിക്കുവാൻ വേണ്ടി ഇടയാകും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഹല്ലിയ വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പറങ്ങൾ പച്ച വെക്കുന്നു, വൃക്ഷങ്ങൾ ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നടത്തുന്നു. ഹല്ലിയ ഇത് ആദ്യം പറയുന്നത് വയലിലെ മൃഗങ്ങളോടാണ്. അല്ലിയ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്ത് കഴിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട. അല്ലിയ ആമേൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെയും തരാൻ വേണ്ടി പോകുന്നു. അല്ലിയ പച്ചക്കറികളൊക്കെ പുഷ്ടി വെക്കുന്നു, വൃക്ഷങ്ങളൊക്കെ ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവെള്ളവും അനുഭവവും നൽകുന്നു. അല്ലിയ ശ്രദ്ധിച്ചോണേ. അല്ലിയ ആമേൻ അടുത്ത് പറഞ്ഞ സിയോൻ മക്കളോട് അല്ലിയ. അപ്പോൾ ആ മൃഗങ്ങൾ ആരാ? അല്ലിയ സിയോൻ മക്കളുടെ മൃഗങ്ങളാ എന്ന് പറയുമ്പോൾ ഹല്ലിയ അത് കർത്താവ് ശീഘ്രമായി നിവർത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ നീയും ഹല്ലിയ നിന്റെ വീട്ടിലുള്ള സകലരും ഹല്ലിയ നീയോട്ട് ടച്ചായിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോകുക. അല്ലിയ തുറന്ന വാക്യത്തിൽ പറയുക, സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിക്കുക, നിങ്ങൾ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ, അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അല്ലിയ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിൻമഴയും വർഷം പെയ്ച്ചു തരുന്നു. മുൻമഴ നമുക്കറിയാം ഒരു ഫാമിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള മഴയാണ്. അല്ലിയ ആ മഴ കഴിയുമ്പോൾ ആ ഫാമിംഗ് തുടങ്ങുന്നത്. എന്നാൽ പിന്മഴയുണ്ട്. ഹല്ലിയ എല്ലാം വിളഞ്ഞ് ആയിരിക്കുമ്പോൾ ഹല്ലിയ മേളിൽ നിന്നും ഇടിവെട്ടിയുള്ള മഴ, നൈട്രജൻ മേളിൽ നിന്ന് വന്നുള്ള മഴ, ആ നൈട്രജൻ താഴെ വരുമ്പോൾ നൈട്രോക്സൈഡായിട്ട് അതൊരു വളമായിട്ട് അല്ലിയ ആപ്പിളൊക്കെ ആണെങ്കിൽ ആപ്പിളൊക്കെ ഒന്ന് പുഷ്ടി വെച്ച്, അല്ലിയ ബനാനയാണ് ബനാനയ്ക്ക് ഒന്ന് പുഷ്ടി വെച്ച് അല്ലിയ അത് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഫലം കായ്ക്കുന്ന രീതിയിൽ അല്ലെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ മുൻപഴ തരാൻ പോകുന്നു, ഞാൻ നിനക്ക് പിന്മഴ തരാൻ പോകുന്നു. നീ ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പുള്ള കാര്യവും അതിൻ്റെ അവസാനമുള്ള കാര്യവും ഏറ്റവും ശീഘ്രമായി ഏറ്റവും നല്ലതായി അല്ലെ ചെറിയവൻ മഹാജാതിയാവുന്ന രീതിയിൽ അല്ലെ ആമേൻ കുറഞ്ഞവൻ മഹാജാതിയാവുന്ന രീതിയിൽ ചെറിയവൻ 1000 ആവുന്ന രീതിയിൽ കർത്താവിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണ കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ അയച്ചിരിക്കുന്നതിന് മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം നൽകും. ഹല്ലിയ പ്രകാരമാണ് നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങളുടെ അധ്വാന ഫലം തിന്നെങ്കിൽ ഹല്ലിയ ഈ വർഷം ഈ മാസം ഹല്ലിയ ആ വർഷങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി പകരം തരാൻ വേണ്ടി പോകുക. ഹല്ലിയ നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ യഹോവയുടെ നാമത്തെ സ്തുതിക്കുകയും പ്രകാരം പറയും, എൻ്റെ ജനം ഒരിക്കൽ ലജ്ജിച്ചു പോകത്തുമില്ല. ഹല്ലിയ മെയ് മാസം ഹല്ലിയ അനുഗ്രഹത്തെ കൽപ്പിക്കുമ്പോൾ ഹല്ലിയ നിങ്ങളുടെ കളപ്പുരകളൊക്കെ നിറയാൻ വേണ്ടി പോകുക, നിങ്ങളുടെ ചക്കുകളൊക്കെ നിറയാൻ വേണ്ടി പോകുക. അല്ലിയ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ കർത്താവ് ഈ മാസം പകരം തരാൻ വേണ്ടി പോകുക. അവനത് ശീഘ്രമായി നിവർത്തിക്കാൻ വേണ്ടി പോകുക. ചെറിയവൻ 1000 ആകാൻ വേണ്ടി പോകുക. ആമേൻ കുറഞ്ഞവൻ മഹാജാതിയാകുവാൻ വേണ്ടി പോകുക. ആമേൻ ഹല്ലിയ ഇത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുക. ഇതിൽ ഇപ്രകാരം തുറന്നു വായിക്കുക, ഞാൻ ഇസ്രായേലിൻ്റെ നടുവിൽ ഉണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തരുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, അല്ലെ വേറെ ഒരുവനും അല്ല നൽകിയെന്ന് മറ്റുള്ളവർ നിങ്ങളെ പറ്റി സാക്ഷ്യം പറയുന്ന രീതിയിൽ ഇപ്രകാരം പറയുക, നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അതിനുശേഷം ഹല്ലിയ നിങ്ങൾ ഭൗതികമായി അനുജയിച്ചതിന് ശേഷം അല്ലിയ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണ്ടുപോലെ തന്നതിന് ശേഷം ഇപ്രകാരമാണ് പറയുന്നത്, അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലിയ ഭൗതികമായ നന്മകളിൽ നിറച്ച ശേഷം ആത്മീയ നന്മകളെ നിങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിടയാകും. എൻ്റെ ആത്മാവിനെ പകരും. ആത്മാവിനെ പകർന്നു കഴിയുമ്പോഴോ നിന്റെ പുത്രിമാരും പ്രവചിക്കാൻ വേണ്ടി തുടങ്ങും. നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. അത്രയും നാളും വീട്ടിൽ നിന്നിട്ട് അല്ലെ പഞ്ഞം പറഞ്ഞവർ, അല്ലിയ ശപിച്ചുകൊണ്ടിരുന്നവർ, അല്ലെ എനിക്ക് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് അല്ലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവർ, അല്ലെ ആത്മാവിനെ പകർപ്പെട്ട് കഴിയുമ്പോൾ അല്ലിയ അമ്മിൻ്റെ കളപ്പുര നിറഞ്ഞു കഴിയുമ്പോൾ അല്ലിയ അവർ ദർശനങ്ങളെ കാണാൻ വേണ്ടി തുടങ്ങും. അവർ സ്വപ്നങ്ങളെ ദർശിക്കുവാൻ വേണ്ടി തുടങ്ങും. അല്ലിയ അവർ പ്രവചിക്കുവാൻ വേണ്ടി തുടങ്ങും. അത് മാത്രമല്ല ദാസന്മാരും ദാസിമാരുടെയും കൂടെ എൻ്റെ ആ നാളുകളിൽ
എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. അമ്മൻ ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഉയരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് തന്ന വചനമാണല്ലോ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ മെയ് മാസം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ പറയപ്പെട്ട വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മകൾ കർത്താവേ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ ഞാൻ കൽപ്പിച്ച് അയക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് അധികാരത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഏറിയ നന്മകളെ കർത്താവ് നിറയ്ക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ കർത്താവെ. നന്മകളാൽ നിറയട്ടെ കർത്താവെ. അല്ലെങ്കിൽ ഒരു ആളും ലജിച്ചു പോകാതെ കർത്താവെ ദൃഷ്ടാന്തമായി കർത്താവ് കാണിക്കുന്ന മുന്നിൽ സ്തോത്രം ചെയ്യും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് കാര്യങ്ങൾ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.